മറ്റൊരു പ്രധാന വിവരം കൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നുണ്ട്. വിവാദ നൃത്ത പരിപാടിക്ക് അനുമതി തേടി മൃദംഗ വിഷൻ കൊച്ചി കോർപ്പറേഷന് നൽകിയ അപേക്ഷയിൽ ഒപ്പില്ലാത്ത അപേക്ഷയാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ലൈസൻസിന് വേണ്ടി പരിഗണിച്ചത്. മൃദംഗ വിഷൻ കൊച്ചി കോർപ്പറേഷനിൽ നൽകിയ അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. പ്രേക്ഷകർ കാണുന്നത് ആ ഒപ്പില്ലാതെ നൽകിയ അപേക്ഷയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ തീരുമാനങ്ങൾ എടുത്തത് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇപ്പോൾ GCDയുടെ ഭാഗത്തെ വീഴ്ചകൾ, ഉദ്യോഗസ്ഥർ ഫയലിൽ അനുമതി നൽകരുത് എന്നെഴുതി, പക്ഷേ അത് തള്ളി ചെയർമാൻ അനുമതി നൽകുന്നു. ഒപ്പില്ലാത്ത അപേക്ഷയിൽ തീരുമാനമെടുത്ത കോർപ്പറേഷനും ഇവിടെ പ്രതിക്കൂട്ടിലാവുകയാണ്, GCDയെ പോലെ തന്നെ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ കൊച്ചി കോർപ്പറേഷനിൽ പരിപാടി നടത്തുന്നതിന് വേണ്ടി മൃദംഗ വിഷൻ നൽകിയ അപേക്ഷയിൽ ഒപ്പില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ അപേക്ഷ നൽകിയ തീയതി പോലും രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ആര് നൽകുന്നു എന്നോ എന്ന് നൽകിയെന്നോ ഉള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ പോലുമില്ലാത്ത ഒരു അപേക്ഷ എങ്ങനെ കൊച്ചി കോർപ്പറേഷന് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് കോർപ്പറേഷൻ്റെ സാമ്പത്തിക സമിതി ഈ പ്രശ്നം പരിഗണിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മളിപ്പോൾ ഈ അപേക്ഷയുടെ പകർപ്പ് പുറത്തുവിടുന്നത്. ഈ അപേക്ഷയിൽ വേണ്ട പരിശോധന നടത്താതെ നടപടികൾ സ്വീകരിച്ചതിനാണ് കഴിഞ്ഞ ദിവസം നിത എന്ന ഹെൽത്ത് ഇൻസ്പെക്ടറെ കോർപ്പറേഷൻ മേയറുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ആര് നൽകുന്നു എന്നോ എന്ന് നൽകിയെന്നോ ഉള്ള ഒരു വിവരവുമില്ലാത്ത ഒരു അപേക്ഷയാണ് കോർപ്പറേഷനിൽ മൃദംഗ വിഷൻ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മൃദംഗ വിഷൻ സമർപ്പിച്ച ഈ ഒരു അപേക്ഷയിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. യെസ്, ഒപ്പില്ല, തീയതിയില്ല. അങ്ങനെ ചട്ടപ്രകാരം ഒരു അപേക്ഷയായി പരിഗണിക്കാൻ കഴിയുമോ എന്നറിയില്ല. അങ്ങനെ ഒരു പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ കോർപ്പറേഷൻ എടുത്തത്. GCDയെ പോലെ തന്നെ കോർപ്പറേഷനും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാണ്. മൃദംഗ വിഷൻ കൊച്ചി കോർപ്പറേഷനിൽ നൽകിയ അപേക്ഷയുടെ പകർപ്പും 24 ലഭിച്ചു. വിശദാംശങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്.